മേയർക്ക് ബോധിച്ചതായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേഷൻ അതിർത്തിയിൽ ഒരു മത്സ്യചന്ത വികസനത്തിന് 1 കോടി രൂപ തന്ന ഒരു രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ, സുരേഷ് ഗോപി MP എന്നുള്ള നിലയിൽ തൃശ്ശൂർ നഗരസഭയുടെ വികസനത്തിന് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ ചില നല്ല വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ്താവനയിലും പിന്നീട് വന്നിട്ടുള്ള വിശദീകരണത്തിലും ഒരുപോലെ അതുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വതന്ത്രനാണ്, ശരിയാണ്. കോൺഗ്രസിൽ നിന്ന് വിമതനായി ജയിച്ച് തൃശ്ശൂർ നഗരസഭയുടെ അധിപനായി വന്ന ഒരാളെന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ കാലഘട്ടത്തിൽ നഗരസഭ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അദ്ദേഹം പൊളിറ്റിക്കലായി ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായി കാണുന്നില്ല. പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ആ പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പ്രത്യാഘാതവും അനുഭവിക്കേണ്ടി വരും. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മത്സരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് പിന്തുണ കൊടുക്കുകയും അത് ലെഫ്റ്റ് പിന്തുണ വാങ്ങി നഗരസഭാ ചെയർമാനായി തുടരുകയും ചെയ്യുക എന്നൊന്നും പറയുന്നതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കസേര പോകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. ഇതൊന്നും അന്തർധാരയായിട്ട് കോൺഗ്രസ് കാണുന്നതിലും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തൃശ്ശൂരിലൊന്നും അന്തർധാര വേണ്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ന് കേരളത്തിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച MP എന്നുള്ള നിലയിലുള്ള ഒരാളെന്ന് പറയുന്നത് VS സുനിൽകുമാർ തന്നെയാണ്. അദ്ദേഹം കൃഷിമന്ത്രി എന്നുള്ള നിലയിൽ, അദ്ദേഹം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഒരു അന്തർധാര CPM ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും മേയർ അക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി LDFനെ സംബന്ധിച്ചിടത്തോളം ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവർ നടപടികളുമായി മുന്നോട്ട് പോകും. Meet the editors.